നമ്മൾ രാവിലെ പരപര വെളുത്തപ്പോൾ, അതായത് ഇപ്പോൾ ഏകദേശം നമ്മുടെ സമയം അനുസരിച്ച് നേരം രാവിലെയാണ് കേട്ടോ. ഒരു 9:15 നമ്മൾ വിത്ത് ഫാമിലി എല്ലാവരും കൂടി ഒരു ഡെസേർട്ട് അല്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല, സനിയും പോയിട്ടില്ല. സനിയുടെ ഓഫീസിൽ നിന്ന് കൊളീഗ്സ് എല്ലാവരും കൂടി ഇന്ന് അവിടെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്, ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ ഓഫ് കോഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പോകണം, അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എന്താ സംഭവം എനിക്കൊരു ഐഡിയ ഇല്ല. സനി പറഞ്ഞൊരു ഡെസേർട്ടാണെന്നാണ് പറഞ്ഞത്, പക്ഷെ എന്താണെന്നറിയില്ല. സംഭവം ആംസ്റ്റർഡാമിലാണ്. ഇപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സനിയുടെ വാക്ക് കേട്ട് ഞാൻ വെറുതെ ഇരുന്നില്ല കേട്ടോ. പോകുന്ന വഴി ഈ സ്ഥലത്തിനെ കുറിച്ച് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. നമ്മളിപ്പോൾ പോകുന്നത് സെയിന്റ് ജോൺ എന്ന പേരുള്ള ആംസ്റ്റർഡാമിലെ ഒരു പ്ലാൻ ബേസ്ഡ് ബേക്കറിയിലേക്കാണ്. ഇവിടെ ഒരുപാട് ടൈപ്പ് വീഗൻ പേസ്ട്രീസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളിന്ന് സ്പെസിഫിക്കലി പോകുന്നത് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള പിസ്താഷ്യോ ക്രുഫിൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സനിയുടെ കൊളീഗ്സ് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൂട്ടി ഇത് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് ഇതവേ ഈ കാണുന്നതാണ് കേട്ടോ ആംസ്റ്റർഡാമിലെ ഹൗസ് ബോട്ടുകൾ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഹൗസിംഗ് ഷോർട്ടേജ് ഉണ്ടായപ്പോൾ പണിത വീടുകളാണെങ്കിലും ഇപ്പോൾ ഇത് ആംസ്റ്റർഡാമിലെ ഒരു ലക്ഷൂറിയസ് ലൈഫിന്റെ ഭാഗമാണ്. ഈ ബേക്കറിയിലേക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ തണുത്തിട്ട് വയ്യ. ഇന്നലെ തൊട്ട് ടെമ്പറേച്ചർ ഡ്രോപ്പായി. ഞാനാണെങ്കിൽ അത് അറിയാണ്ട് കുറച്ച് ലൈറ്റായിട്ടുള്ള പാൻസാണ് എടുത്തിട്ടത്. അപ്പോൾ മേളിൽ തണുക്കണമെന്നില്ലെങ്കിലും താഴെക്കൂടി ഇങ്ങനെ തണുപ്പിങ്ങനെ അടിച്ചു കയറുന്നു. ഈ ഒരു സ്ട്രീറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരണത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാനിങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ചില സ്ഥലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. ഇതാണോ ഈ സ്ട്രീറ്റിൽ കുറേ ഉണ്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലങ്ങൾ. ഇതാണ് സെയിന്റ് ജോൺ ബേക്കറി. നമ്മളിവിടെ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞപ്പോൾ എത്തിയിട്ടോ. അങ്ങനെ ക്യൂവിലൊക്കെ ഇരുന്ന് ചാടി പിടിച്ച് അകത്ത് കയറിയപ്പോൾ അവർ പറഞ്ഞു പിസ്താഷ്യോ ക്രുഫിൻ 11 മണി തൊട്ടാണ് അവൈലബിൾ ആവുള്ളൂ എന്ന്. പിന്നെ ഒട്ടും സമയം കളയാൻ നിന്നില്ല. നമ്മൾ ഇവരുടെ തന്നെ ഓപ്പോസിറ്റ് ഒരു സെയിന്റ് ജോണിന്റെ സേവറി ബേക്കറി ഉണ്ട്. അവിടെ പോയി കോഫിയും കുറച്ച് പേസ്ട്രിയൊക്കെ വാങ്ങിച്ച് അത്യാവശ്യം വിശപ്പിന് തടയിടാനുള്ള ഒരു സംഭവമൊക്കെ ആക്കി നമ്മൾ അവിടെ പുറത്ത് വന്ന് പിന്നെ വെയിറ്റ് ചെയ്യും. അങ്ങനെ 11 മണിയായപ്പോൾ നമ്മുടെ താരം പിസ്താഷ്യോ ക്രുഫിൻ അവിടെ വന്നു കേട്ടോ. നമ്മൾ വാങ്ങിച്ചത് പിസ്താഷ്യോ ക്രുഫിനും പിന്നെ സ്പൈസ്ഡ് പംകിൻ ഒരു ക്രുഫിനും ഒരു ചെറി ആൽമണ്ടിന്റെ ഒരു പേസ്ട്രിയാണ് കേട്ടോ വാങ്ങിച്ചത്. ഈ ബേക്കറിയിൽ അങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ പിസ്താഷ്യോ ക്രുഫിൻസും പേസ്ട്രീസ് എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് നടന്ന് ഒരു കനാൽ സൈഡിൽ പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. ഇത് അമ്മ ആദ്യം ബൈറ്റ് ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ഇതിന്റെ ഷുഗർ ഇങ്ങനെ റഷ് ചെയ്ത് ബ്രെയിനിൽ കയറിട്ടോ. എനിക്ക് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ഇതിന്റെ ടേസ്റ്റ് ഇങ്ങനെ വർണ്ണിക്കാൻ മുഖത്ത് അറിയാത്തത് കൊണ്ട് അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് സോഫ്റ്റ് ആൻഡ് ഫ്ലേക്കി ആൻഡ് വെൻ യു ബൈറ്റ് ഇതിനകത്തുനിന്നുള്ള നട്ടി ബട്ടറി ആൻഡ് പിസ്താഷ്യോ ഫ്ലേവർ ഇങ്ങനെ ശരിക്കും നമ്മുടെ മൗത്തിൽ ഇങ്ങനെ മെൽറ്റ് ആകും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പിസ്താഷ്യോ ക്രുഫിൻ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ സ്പൈസ്ഡ് പംകിൻ്റെ ഒരു ക്രുഫിൻ ഉണ്ട്, അത് സീസണൽ സ്പെഷ്യാലിറ്റിയാണ്. ദാറ്റ് വാസ് ഓക്കെ. മറ്റേ ചെറിയ ആൽമണ്ടിന്റെ പേസ്ട്രി അത്ര വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല കേട്ടോ. ക്രുഫിനും പേസ്ട്രീസ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ പോയത് ഒരു ഓപ്പൺ മാർക്കറ്റിലേക്കാണ് കേട്ടോ. നെതർലാൻഡ്സിൽ ഓപ്പൺ മാർക്കറ്റ് വളരെ പോപ്പുലർ ആണ്. മോസ്റ്റ്ലി ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസിലാണ് കേട്ടോ ഈ ഓപ്പൺ മാർക്കറ്റിൽ ഉണ്ടാവാറുള്ളത്. സെയിന്റ് ജോണിന് തൊട്ടടുത്തുള്ള ഒരു മാർക്കറ്റാണ് ഇത്. നോർത്തേൺ മാർക്കറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. അതായത് ഫ്രഷ് മീറ്റ്, വെജിറ്റബിൾസ്, ചീസ്, ആക്സസറീസ്, ജ്വല്ലറീസ്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം കേട്ടോ. നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പർച്ചേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് നമ്മൾ അടുത്ത ഫുഡ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ നടക്കുവാണ്. ഈ കാണുന്ന ഷോപ്പ് നെതർലാൻഡ്സിലെ ബെസ്റ്റ് ആപ്പിൾ പൈ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെയാണ്. അവിടെ പോകുമ്പോൾ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു നെയ്ബർഹുഡ് അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് ഇത്രയും വർഷമായെങ്കിലും ഇതുവരെ ഞാനും സനിയും ഇങ്ങനെ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആംസ്റ്റർഡാമിൽ ഇതുവരെ പോയിട്ടില്ല. സനിയുടെ കൊളീഗ് ഉണ്ട് അഖില്. അവരെല്ലാ വീക്കെൻഡും ആംസ്റ്റർഡാമിൽ എവിടെയെങ്കിലേക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകും, ഫുഡും സ്ഥലമൊക്കെ ആയിട്ട്. അപ്പോൾ അഖില് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്രുഫിൻ കഴിക്കാൻ വന്നതും.
Goat, Asia, Goat, Tunisia, Asia, apple, elephant, turkey, yacht, tea. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഡ്രിങ്ക്സ് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം സമയം 1:30-2 മണിയായിട്ടുണ്ട്. വിധിപ്രകാരം നമ്മൾ ഇനി അടുത്തത് ലഞ്ച് കഴിക്കേണ്ടതുകൊണ്ട് നമ്മളിതാ ഈ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ഒരു സീ ഫുഡ് റിസോർട്ടോ ആണ്. ബട്ട് എനിക്ക് അതിലും കൂടുതൽ ഇഷ്ടമായത് സനി ഓർഡർ ചെയ്ത കാർബണോറ ആയിരുന്നു കേട്ടോ. ലഞ്ചിന് ശേഷം നമ്മൾ അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവനെ കാണുന്നേക്കാളും മുന്നേ നമുക്ക് അവന് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാനുണ്ട്. ഗൈസ്, ഇവിടെ നോക്കിയോ ശംഭുവിന് കളിക്കാൻ പറ്റിയ എന്താണെന്നുള്ളത്. അത് വാങ്ങിച്ചാലോ? ഓക്കെ, അത് മതി. ഇഷ്ടമായോ നേട്ടൻ? റെഡി, എടുത്തോ, വലിച്ചെടുത്തോ. ഞാൻ കാണിച്ചു. ശംഭോ മഹാദേവ. അഞ്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ശംഭുവിനെ കാണാൻ പോവാണ് കേട്ടോ. ശംഭുവിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. ശംഭു ബിനിച്ചേൻ്റെ അവിടെയാണ്. റിങ് ചെയ്യൂ, റിങ് ചെയ്യൂ. കണ്ട ആരാ നോക്കിയത്? അവനിപ്പൊ പുറത്തേക്ക് ഓടിക്കും. നോക്ക് നേട്ട്. അയ്യോ, എനിക്ക് ലൈക്ക് ഉണ്ടല്ലോ പിഞ്ചടാ. ബേബീസുകൾ എടുത്തില്ലേ കൊറേ നാൾ കൂടി ഒട്ടും വെയിറ്റില്ലാണ്ട്. കടി ഉണ്ടല്ലേ, കടി 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 കടി. ശംഭുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇവർ എന്നോട് കുറേ നാളായിട്ടോ പറയണത്. എക്സ്പെഷ്യലി ആരി, അവന് വലിയ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് പെറ്റ് ഡോഗ്സ് ആണ്. എനിക്ക് 2 ഡോഗ്സ് ഉണ്ടായിരുന്നു നാട്ടിൽ വെച്ചിട്ട്. പക്ഷേ നൗ ദേ ആർ നോ മോർ. അപ്പോൾ എനിക്ക് അവിടെ എത്തിയപ്പോൾ അവരെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കായിരുന്നു. നമ്മളിതാ അടുത്ത ഡിന്നർ പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്ളോഗ് മൊത്തം നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടാവും ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. As I always say, good food and great company is the recipe for a good life. എല്ലാവർക്കും ഇത്തവണത്തെ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. So till we meet again, Kochikkari signing off. Bye bye. Shampoo!